ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പനീർ വെച്ചിട്ട് ഒരു പനീർ ബട്ടർ മസാലയാണ് ചെയ്യുന്നത്. നമുക്ക് പനീർ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പനീർ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഡിഷ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാനിവിടെ 2 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് കനം കുറച്ച് അരിയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അങ്ങനെ അരിഞ്ഞെടുത്ത ഉള്ളികളൊക്കെ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ പനീറും ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് തണുപ്പ് മാറാനായിട്ട് കുറച്ച് മുന്നേ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചൂടായ പാനിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പനീർ ഇട്ട് കൊടുക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം ഈ പനീർ അതേപോലെ തന്നെ ഇട്ട് കൊടുത്താലും മതി. പക്ഷെ നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. ഇതാ ഇപ്പോൾ ഈ പനീറിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ നമ്മൾ ഇതൊന്ന് കോരി മാറ്റുകയാണ്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. അതേ പാനിലേക്ക് തന്നെ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഉള്ളി നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന പരുവത്തിൽ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതായിപ്പോൾ നമ്മളെ ഉള്ളി ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് ഇതും കൂടി ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് കോരി വെക്കുകയാണ്. ഇനി നമുക്കിതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് മുമ്പായിട്ട് ഒരു 2 മീഡിയം തക്കാളി ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് ആയിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ ബൗളിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ വെള്ളം വെച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മുടെ സെയിം പാനിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നവരെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ പൊടികളൊക്കെ ഏകദേശം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മസാലയ്ക്കൊന്ന് എല്ലായിടത്തും എത്താനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പനീറിലേക്ക് ഇതിൻ്റെ മസാലയ്ക്കൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളിയും അതുപോലെ കുതിരാനായിട്ട് വെച്ചിട്ടുള്ള ആ അണ്ടിപ്പരിപ്പും കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ചെറിയ തിക്കിലുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കസൂരി മേത്തി പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും ഉള്ള ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അണ്ടിപ്പരിപ്പ് കുതിരാനായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചല്ലോ, അതുകൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഉള്ളി അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഉള്ളി വഴറ്റുന്ന സമയത്ത് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതാ നമ്മളുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. ഇനി ഞാനിത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണിത്. വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് കൂടിയല്ലേ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.